തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം 234 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. TVK അധ്യക്ഷൻ വിജയ് ഹോട്ടലിലെത്തി. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ് മൂർത്തി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്, അല്പസമയം മുമ്പാണ് TVKയുടെ അധ്യക്ഷനായിട്ടുള്ള വിജയ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹോട്ടലിന്റെ മുമ്പിലാണ്. ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഹോട്ടലിലെത്തി അല്പസമയത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. 234 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ് എവിടെ നിന്ന് മത്സരിക്കുന്നു, വിജയുടെ കന്നി അംഗം എവിടെ നിന്നായിരിക്കും എന്നുള്ളതാണ്. അത് പെരമ്പൂരാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഏറെക്കുറെ ഒരു ധാരണ, അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു മണ്ഡലം, അങ്ങനെയെങ്കിൽ 2 മണ്ഡലങ്ങളിൽ വിജയ് മത്സരിക്കുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും. 234 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മാത്രമല്ല പുതുച്ചേരിയിൽ മത്സരിക്കുന്ന TVK സഖ്യത്തിൽ മത്സരിക്കുന്ന 30 സ്ഥാനാർത്ഥികളുണ്ട്. ആ 30 സ്ഥാനാർത്ഥികളുടെ ചെന്നൈയിൽ ഇന്ന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം. ഇതിനായി TVK നേതാവും നടനുമായ വിജയ് എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായി വിജയ് ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക എന്നറിയാനാണ് തമിഴകം കാത്തിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി തുടരുന്നുണ്ട്. മനേഷ് മൂർത്തി, തുടരാം. ദിലീപ് കുമാർ, രണ്ട് മണ്ഡലങ്ങളാണ് വിജയ് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി പറയുന്നത്. ഒന്ന് പെരമ്പൂരാണ്, ഒന്ന് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ആണ്. ഈ 2 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ വിജയ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്പസമയത്തിന് എന്തായാലും ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാകും. കാരണം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയം മുതൽ തന്നെ കന്യാംഗം എവിടെയായിരിക്കും എന്നുള്ളതൊരു വലിയ ചർച്ചയായിരുന്നു. ഒരു നിരവധി മണ്ഡലങ്ങൾ പറഞ്ഞ രീതിയിൽ മത്സരവാക്കാം, അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ വെഴിപ്പുരം പോലുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ പെരമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. വളരെ നേരത്തെ മുതൽ തന്നെ പെരമ്പൂരായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു മണ്ഡലത്തിൽ കൂടി വിജയുടെ പേരുണ്ടാവാനുള്ള സാധ്യത അതും നോക്കിക്കാണുന്നുണ്ട്. അത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള 232 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്നിപ്പോൾ ഒറ്റ സമയത്തിൽ പ്രഖ്യാപിക്കുകയാണ് വിജയ്. മുന്നണി സംവിധാനത്തിലേക്ക് മാറുമെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും വേണ്ട, ഞങ്ങൾ ഇത്തവണ ഒറ്റയ്ക്കാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും തുടരുക. നമുക്ക് ആ വേദിയിലേക്ക് പോകാം. തത്സമയ സംപ്രേഷണം. அத்திலக வாசனை போல் அனைத்துலகும் இன்பமுற எத்திசையும் புகழ் மணக்க இருந்த பேரும் தமிழனங்கே உன் சீர் இளமை திறம்பி எந்த செயல் மறந்து வாழ்த்துதுமே நன்றி. നടൻ വിജയ് ഏതു മണ്ഡലത്തിലാകും മത്സരിക്കുക എന്നത് സംബന്ധിച്ചും അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ടാകും. വിജയ് എത്തിച്ചേർന്നിട്ടുണ്ട് ഹോട്ടലിൽ. ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായി 234 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ TVK അധ്യക്ഷൻ വിജയ് അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. അവിടെ നമ്മുടെ പ്രതിനിധി മനേഷ് മൂർത്തിയുണ്ട്. പ്രഖ്യാപനം എത്തുന്നതോടുകൂടി അതിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.